പ്രിയപ്പെട്ടവരെ, മകരക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടം, മാര ഇവ ചേർന്നിട്ടുള്ളതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. മകരക്കൂറിൽ നന്നായിട്ട് വിജയിച്ചിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒരു മധ്യമമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വിജയം പൂർണ്ണമായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. എന്നാൽ ഒന്നും ആകാനാകാതെ ഇപ്പോഴും ദാരിദ്ര്യവും അലച്ചിലുമായിട്ട് ജീവിക്കുന്നവരെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കഴിയുന്നവർക്ക് എങ്ങനെ വിജയപാതയിലേക്ക് കടന്നു പോകാം എന്നുള്ളതിൻ്റെ 10 പ്രധാന കാര്യങ്ങളും. ഇനി വിജയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അവരെ വീണ്ടും പതനത്തിലേക്ക് കൊണ്ടുവരാം. അത് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മകരക്കൂറുകാർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. പൂർണ്ണമായിട്ട് ഇത് കാണുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. അപ്പോൾ മകരക്കൂറുകാരെ വിജയത്തിലേക്ക് എത്തിക്കുന്ന 10 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഡിസെൻഡിങ് ഓർഡറിൽ നോക്കാം. ഇതിൽ ഓരോ കാര്യങ്ങളും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ അവസാനമായിട്ട് പറയുന്ന ഒന്നാമത്തെ കാര്യമായിരിക്കും. അത് നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ അങ്ങനെ ഇരിക്കണം. കാര്യം നമ്മുടെ ഇനി തൊട്ടുള്ള ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം എന്നുള്ള രീതിയിൽ താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10ാമത്തെ കാര്യത്തിലേക്ക് വരാം. ആത്മാർത്ഥതയുള്ളവർ എന്നാണ് 10ാമത്തെ പോയിന്റ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ചില വ്യക്തികളെ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നതും അവർ സെൽഫിഷ് ആയിരിക്കും. ഒരു ആത്മാർത്ഥതയും കാണില്ല. അവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വഴിക്ക് അങ്ങ് പോകും. എന്നാൽ ചില വ്യക്തികളല്ല, ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കും. മാത്രമല്ല, നമ്മുടെ അടുത്തൊരു സൗഹൃദം കൂടുകയാണെങ്കിൽ അതിലും ഉണ്ടാവും ആത്മാർത്ഥത. ഈ ഉള്ളിൽ തട്ടിയിട്ടുള്ള ബന്ധങ്ങളിലാണ് ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരക്കാര് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കാനില്ല. കാര്യം അവർ നമ്മുടെ ഒരു സംരക്ഷകരായിട്ട് കാണപ്പെടും. കാര്യം നമുക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ഈ വ്യക്തി സൃഷ്ടിക്കില്ല. ഈ ആത്മാർത്ഥത കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് വളരെ പ്രിയതരമായിട്ടുള്ള വ്യക്തിയായിട്ട് ഭാവിക്കും. കാര്യം നമുക്ക് ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു പങ്കാളി അങ്ങനെയൊക്കെയുള്ള ആളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ ധന്യമാകും. ആ വ്യക്തിയോടുത്ത് നമുക്കൊരു കടപ്പാടുണ്ടാകും. ഇവിടെ ഈ മകരക്കൂറുകാരുടെ ആത്മാർത്ഥത കൊണ്ട് ഇവരെ ഒട്ടേറെ പേർ ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യും. നമ്മളൊരു സംഘജീവി ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നല്ല ഹാൻഡിലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാം ബലവാനായിട്ടുള്ള ആളാണെങ്കിൽ നമ്മളും ഒരു ബലശാലിയായിട്ട് മാറുകയും നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആത്മാർത്ഥത കൊണ്ട് പലപ്പോഴും ഇവരുടെ ജീവിതത്തിൻ്റെ നിലവാരം വളരെ വളരെ ഉയർന്ന തലത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ മുതൽക്കൂട്ടാക്കാവുന്ന ഇവരുടെ ഒരു ഗുണം തന്നെയാണ് ഈ 10ാമത് പറയുന്ന ആത്മാർത്ഥത എന്ന് പറയുന്നത്. 9ാമത്തെ കാര്യം തെറ്റ് തിരുത്താൻ സന്നദ്ധർ എന്നുള്ളതാണ്. ഈ തെറ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന കാര്യമാണ്. തെറ്റുണ്ടായാൽ ചിലർ മറച്ചു പിടിക്കാൻ ശ്രമിക്കും. ചിലരായിട്ട് താൻ ചെയ്തതോ പറഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ചില വ്യക്തികൾ അങ്ങനെയല്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കുക എന്ന് പറഞ്ഞ് തൻ്റെ തെറ്റ് ഏറ്റു പറയുന്ന ഒരു ശീലമുണ്ട്. ഈ തെറ്റ് ഏറ്റു പറയുക എന്ന് പറയുന്ന ശീലം വളരെ മികച്ചതായിട്ടുള്ള കാര്യമാണ്. കാര്യം ഈ തെറ്റ് ഏറ്റു പറയുന്ന ആൾക്കാരിൽ തെറ്റ് ചെയ്യാനുള്ള പ്രവണത താരതമ്യേന കുറവായിരിക്കും. കാര്യം അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല മിക്കപ്പോഴും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ തെറ്റ് നമ്മൾ തിരുത്തുന്നതിൻ്റെ പ്രാരംഭഘട്ടമാണ് താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞിട്ട് ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു മികച്ച മനസ്ഥിതി. ഇവിടെ മകരക്കൂറുകാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസ്തരായിട്ട് മറ്റുള്ളവർ പരിഗണിക്കാനും സാധ്യത കൂടുതലാണ്. അത് ഇവരുടെ ജീവിതത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 8ാമത്തെ കാര്യം വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കുന്നവർ എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും വലിയ ദുർബലത എന്ന് പറഞ്ഞാൽ നാളെക്കുറിച്ച് ചിന്തിക്കില്ല, ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. തോന്നിയ പാടെ അങ്ങോട്ട് ചെയ്യും. ഒരു ആസൂത്രണവും ഇല്ല. അവസാനം ചെന്ന ഓരോ പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ട് അയ്യോ അത് ചെയ്യേണ്ടിയിരുന്നില്ല, ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകും. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ഇതിൻ്റെ പരിണത ഫലം ഇങ്ങനെയൊക്കെ ആയി മാറിയേക്കാം,
നമ്മളതിൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണം. അതാണ് മനുഷ്യനെ ഏറ്റവും അധികം സേഫ് സോണിലേക്ക് നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബാധ്യത വരില്ല, നമ്മളത് ചെയ്യാൻ തയ്യാറാവില്ല. കാര്യം നാളെ ഇതിൻ്റെ പരിണിതഫലം മോശമാകുമെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മകരക്കൂറുകാർ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ ആസൂത്രണം ചെയ്യും, ഇതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കും, എന്നിട്ട് വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങളെ മാത്രമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ഇവരുടെ ജീവിതത്തിൻ്റെ ഗുണപരതയും ഇത് തന്നെയായിരിക്കും. ഏഴാമത്തെ കാര്യം ദുരാഗ്രഹം ഇല്ല എന്നുള്ള കാര്യമാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. കാര്യം നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാനുള്ള ആ ത്വരയുണ്ടാവുള്ളൂ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുള്ളൂ. എന്നാൽ ആഗ്രഹം ദുരാഗ്രഹമാകുന്ന അവസരം വളരെ മോശമാണ്. മറ്റൊരാൾക്ക് കിട്ടേണ്ടുന്ന കാര്യം നമ്മൾ നേടിയെടുക്കുക, അനർഹമായ കാര്യങ്ങൾ നമ്മൾ സമ്പാദിച്ചു കൂട്ടുക, ഇതൊക്കെ ദുരാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് അത്യന്തം വിനാശകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ മകരക്കൂറുകാരിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ഒരു കാര്യത്തെ ഫോളോ ചെയ്യില്ല. കാര്യം അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ അവർ നല്ല വഴികളിലൂടെ സഞ്ചരിക്കാനായിരിക്കും ശ്രമിക്കുക. അത് ആത്യന്തികമായിട്ട് ഇവരുടെ ജീവിതത്തിന് ഉയർച്ച സമ്മാനിക്കും. ഇവിടെ ദുരനിറഞ്ഞ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ മിക്കവാറും ഈ മകരക്കൂറുകാരാണെങ്കിൽ അവർ കുറച്ചു കാലം കഴിയുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ചെന്ന് പെട്ടിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ചിന്തിച്ചുറപ്പിച്ച് മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുന്നത് ഇവരുടെ ജീവിത നിലവാരത്തെ കൂട്ടുന്ന കാര്യമാണ്. ആറാമത്തെ കാര്യം ഈശ്വര വിശ്വാസം എന്നുള്ളതാണ്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാര്യം മനുഷ്യ ജീവിതത്തെ ആ പ്രപഞ്ചശക്തിയായിട്ട് കൂട്ടിയിണക്കുന്നത് ഈശ്വര വിശ്വാസമാണ്. നാനാജാതി മതസ്ഥർ നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരുടെ ചൈതന്യം ഈ പ്രകൃതി ശക്തിയെ കണ്ടറിയാൻ വേണ്ടിയിട്ട് അവർ ധ്യാനങ്ങളും അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകളും എല്ലാം ചെയ്യും. അതിലൂടെ ഈ പ്രകൃതീശ്വരനെ അവർ തിരിച്ചറിയുകയും അവരുടെ ജീവിതത്തിൽ അത് ഗുണപരതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് നിദാനം ഈശ്വരീയമായ കാഴ്ചപ്പാടാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അവർ അത്തരം ഭക്തികരമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകി ജീവിക്കാൻ താല്പര്യപ്പെടും. ചിലർ അധികമായിട്ടുള്ള രീതിയിൽ ഈ ഭക്തിയൊന്നും പുറമെ കാണിക്കുന്ന കൂട്ടത്തിലായിരിക്കില്ല. പക്ഷെ ഉള്ളിലൊരു അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. ഈ വിശ്വാസം ഇവർക്ക് നേർവഴികൾ കാട്ടിക്കൊടുക്കുകയും ചെയ്യും. അത് ഇവരുടെ വിജയത്തിൻ്റെ മറ്റൊരു ആണിക്കല്ലാണ്. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിത്യവും രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ആചാര സംബന്ധമായ, അതുപോലെ ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ. അഞ്ചാമത്തെ കാര്യം ലക്ഷ്യത്തിനായി കഷ്ടപ്പെടുന്നവർ എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വിജയത്തിനും ഉന്നമനത്തിനും അവനൊരു ലക്ഷ്യബോധം വേണം. അതില്ലാതെയുള്ള സഞ്ചാരം എങ്ങോട്ടോ ഏതൊക്കെയോ വഴിയിലൂടെയുള്ള ഒരു യാത്ര മാത്രമാകും. അത് അവരെ കൃത്യമായ ഒരു തീരത്ത് എത്തിക്കുകയില്ല. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം മുന്നിൽ കാണുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും വിജയിക്കുകയും വേണമെന്നുള്ളതാണ്. ഇവിടെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമേ തങ്ങൾക്ക് എത്തേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആദ്യത്തെ ചുവടുവയ്പ്പുകളിലൊക്കെ അവർ വിജയിച്ചു എന്നൊന്നും വരികയില്ല. പക്ഷേ ഇവരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഇവർ വിജയതീരത്ത് എത്തിച്ചേരാറുണ്ട്. ഈ ലക്ഷ്യബോധം എന്ന് പറയുന്ന പരമപ്രധാനമായ കാര്യമാണ്. ഇപ്പോഴും ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യം നിങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ആയിത്തീരേണ്ടത് എന്നൊക്കെയുള്ളൊരു മാർഗനിർദ്ദേശം സ്വന്തം ഉള്ളിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ വെളിച്ചമായിരിക്കും നിങ്ങളെ മുന്നിലേക്ക് നയിക്കുക എന്നുള്ളതും തിരിച്ചറിയുക. നാലാമത്തെ കാര്യം അടുക്കും ചിട്ടയും എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം അയാളുടെ ആ ശീലങ്ങളുടെ ഗുണം. അയാളുടെ മുറി കാണുമ്പോൾ ഒരു അടുക്കും ചിട്ടയോടെ കൂടി കാണപ്പെടുക, അയാളുടെ വേഷവിധാനങ്ങളിൽ തന്നെ ഒരു ശുചിത്വവും അടുക്കും ചിട്ടയെല്ലാം കാണപ്പെടുക. ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇവിടെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് പോയി റിസൾട്ടിന് വേണ്ടി മാക്സിമം പരിശ്രമിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ശീലമാണ്. അത് ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാണ്. പലപ്പോഴും അലങ്കോലമായി കിടക്കുന്ന ഒരു മുറിയും അലങ്കോലമായി കിടക്കുന്ന ഒരു ജീവിതവും ഒരാളെയും ഒരിക്കലും വിജയിപ്പിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല. ഒരു അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങളെ നിർവഹിക്കുകയും തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉള്ള പാതകൾ തിരഞ്ഞെടുത്ത് അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. ഇവരുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. മൂന്നാമത്തെ കാര്യം തണൽ തേടുന്നതിൽ താല്പര്യമില്ലായ്മ എന്നുള്ളതാണ്. ചില വ്യക്തികളുണ്ട്,
അവർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടേയിരുന്നാൽ പറ്റൂ. ഇവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബലഹീനരായിട്ട് കാണപ്പെടും. അയ്യോ, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആളില്ലല്ലോ, ഈ ആളില്ലല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു പെരുമാറ്റം. അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റൊരാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇവർ ഭീതിയോടുകൂടിയും ആകുലതയോടുകൂടിയും കാണപ്പെടും. പക്ഷേ തണൽ തേടാത്ത ഒരു മനസ്ഥിതിയുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പുണ്ടാവും. അനാവശ്യമായിട്ടുള്ള പേടിയോ മറ്റോ ഇവരെ ബാധിക്കില്ല. കാരണം ഞാൻ ഈ പ്രകൃതിയിൽ ഒറ്റയ്ക്ക് ജനിച്ച ഒരാളാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് നിലനിന്ന് പോകാൻ കഴിയും. ഞാൻ മറ്റുള്ളവർക്ക് സംരക്ഷകനാകേണ്ട വ്യക്തിയാണെന്നുള്ളൊരു ബോധമായിരിക്കും ഇവരുടെ ഉള്ളിലുണ്ടാകുക. അതായത് ഇവർ മറ്റുള്ളവരെ കെയർ ചെയ്യും. ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വലിയ അനുഭവം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്നെ മുന്നോട്ട് പൊയ്ക്കോളാം എന്നൊരു ആത്മധൈര്യം ഇവരിലുണ്ടാവും. അത് ഇവരെ പല പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുന്ന ഒന്നാണ്. മാത്രമല്ല അങ്ങനെ പ്രതിസന്ധിയിൽ പെട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇവർ എടുക്കാറുണ്ട്. ഇത് ഇവരുടെ വിജയത്തിന്റെ മറ്റൊരു ആണിക്കല്ല് കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, മികച്ച സൗഹൃദ വലയം. കൂട്ടുകൂടി വിജയിക്കുന്നവരും കൂട്ടുകൂടി നശിച്ചു പോകുന്നവരുമുണ്ട്. ഇവിടെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകൂടി വിജയിക്കുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യം. കാര്യം ഇവർ അങ്ങനെ മോശപ്പെട്ട കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കുറച്ച് വാല്യൂ ഉള്ള ആൾക്കാരെ ആയിരിക്കും ഇവർ സൗഹൃദത്തിന് വേണ്ടി ക്ഷണിക്കുക. എന്നാൽ മോശപ്രകൃതമായിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ കൂട്ടുകൂടുമെങ്കിൽ മറ്റുള്ള നക്ഷത്രക്കാരിൽ എന്ത് പറ്റുന്നു, മോശപ്പെട്ട് അവരുടെ ജീവിതം നശിച്ചു പോകില്ലേ, അതുപോലെ ഇവർക്കും പറ്റാം. പക്ഷേ ഇവരിൽ ബഹുഭൂരിപക്ഷം വിജയിക്കുന്നവർ സമൂഹത്തിൽ ക്വാളിറ്റിയുള്ള, നല്ല ചിന്താശക്തിയുള്ള, സൗഹൃദ മനോഭാവമുള്ള, നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ആൾക്കാരെ ഇവർ കൂടെ കൂട്ടുകയും അവരുമായിട്ട് കൂടുതൽ സഹകരിക്കുകയും അവരുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരുപാട് കൂട്ടുകാരെ പിടിച്ചു പറ്റുന്ന ഒരു പ്രകൃതമല്ല ഇവർക്ക് ഉണ്ടാകുന്നത്. ക്വാളിറ്റിയുള്ള കുറച്ച് കൂട്ടുകാർ, അവരിലൂടെ തൻ്റെ ജീവിതവും മെച്ചപ്പെടുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഉദ്ദേശം. അല്ലാതെ പരദൂഷണവും കുതിയും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൗഹൃദങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സൗഹൃദങ്ങളെ സ്വീകരിക്കുക ഇവിടെ മകരക്കൂറുകാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ കളയുന്ന സമയം വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള സൗഹൃദത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ പിൻവലിഞ്ഞു പോകാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഇത് ഇവരുടെ ജീവിത വിജയത്തിൻ്റെ മറ്റൊരു താളാണ്. ഒന്നാമത്തതും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ എന്നുള്ളതാണ്. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് എങ്ങനെ പരമപ്രധാനമായ കാര്യം എന്ന് നമുക്ക് ഒരു ചോദ്യം ഉണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ അതിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മറ്റു കുറേ പേരെ ഏൽപ്പിച്ചു വെച്ചിട്ട് ഇന്ന ആൾ എൻ്റെ അച്ഛനമ്മയെ ഇങ്ങനെ സഹായിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ദൈവം എനിക്ക് ഭാഗ്യം തരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ നിന്ന് എനിക്ക് അവിടുന്ന് ആനുകൂല്യം കിട്ടാത്തത് കൊണ്ടാണ്, ഇങ്ങനെ പഴി പറയുന്ന ഒരു ശീലം അവർക്കില്ല. ഇവർ ദൈവത്തിനെ തൊഴുത് പ്രാർത്ഥിക്കും. സ്വന്തം ഉത്തരവാദിത്വം കൃത്യമായി ചെയ്തു തീർക്കും. അതായത് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഉത്തരവാദിത്വ രാഹിത്യം ഇവർക്കുണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവർ അപ്പോൾ ചെയ്തു തീർക്കും. ചിലപ്പോൾ നാളെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ഇന്ന് ചെയ്തു തീർക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്ഥിതിയാണ്. ഈ വിജയിക്കുന്ന 99% പേരിലും ഈ ഒരു ഗുണം കണ്ടിരിക്കും. നിങ്ങളിൽ ഇങ്ങനൊരു കാര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ട് എടുക്കേണ്ട കാര്യമാണ് ഈ ഉത്തരവാദിത്വ ബോധം എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 10 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ ഒരു 7 കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഒരു വിജയത്തിൻ്റെ ഒരു പടിക്കെട്ട് ഏതാണ്ട് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി കുറച്ച് കാര്യം കൂടെ നേടിയെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. ഇനി ഒരു 5-ൽ കീഴെയാണ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങളുള്ളൂവെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ കുറച്ചുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതിൽ പറഞ്ഞ ഒറ്റ കാര്യവും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പ്രതിസന്ധിയിലാണ്. നിങ്ങൾ ഈ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ് വേണ്ടത്. ചിലപ്പോൾ ചിലരുടെ നക്ഷത്രം ഈ കൂറിൽ പെടുന്നതായിരിക്കില്ല. ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിൻ്റെ പോയിന്റുകൾ മറ്റൊന്നായിരിക്കാനും സാധ്യത. ഇങ്ങനെയുള്ള ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ജ്യോതിഷപരമായിട്ടുള്ള ചിന്തനം നടത്താം. നിങ്ങളുടെ നക്ഷത്രം ഇതാണെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചുവടുകളെ ആദ്യം മുതലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിയിണക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള മറുപടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിനൊപ്പം ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.